അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിനാവ് വാദിന്നൂർ ഗ്രൂപ്പിലെ മെമ്പർമാരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, നാം ഇന്ന് ഓൺലൈനായി ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശിഹാബ് ഉസ്താദിനെ പറ്റി സിനാവിലെ എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തെപ്പറ്റി ആർക്കും പ്രത്യേകം, പഴയ ആളുകൾക്കാർക്കും പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ജീവിച്ച് ഒരു ദീനിയായ പ്രകാശം പരത്തിക്കൊണ്ടാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തെർബിയത്തിലായിട്ട് ഒരുപാട് ആളുകളെ ദീനിയായ വെളിച്ചത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനാവിലുള്ള ദീർഘകാല ജീവിതത്തിൽ നിന്നും അദ്ദേഹം നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു നേട്ടം. ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദ് സാധാരണക്കാരനായിട്ട് ഒരു സൂഫിയായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചില സംസാരം സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരിൽ ഒരു സൂഫിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ജീവിച്ച് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹം ഇവിടെ നമ്മളെ ആമിർ അലി മസ്ജിദിൽ അന്ന് 40-40 വർഷം മുൻപ് സ്ഥാപിച്ച ആ സലാത്തിൻ്റെയും ദിക്റിൻ്റെയും മജ്ലിസ് ഇന്നും മുടങ്ങാതെ നടന്നു പോരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവാണ്. കാരണം ആ ഒരു സലാത്തും ആ ഒരു ദിക്ർ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ആ ഒരു സലാത്ത്, അത് ഞാൻ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ അങ്ങനത്തെ ഒരു സലാത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അതൊക്കെ അദ്ദേഹം ഇവിടെ നമ്മുടെ ഇടയിൽ ജീവിച്ച് അദ്ദേഹം നമുക്ക് ആ ഒരു പ്രകാശം പരത്തി നമ്മളിൽ നിന്നും അദ്ദേഹം വിട്ടുപോയിരിക്കും. അദ്ദേഹം വിട്ടുപോയെങ്കിൽ കൂടിയിട്ടും അദ്ദേഹം ഇവിടെ കൊളുത്തിവെച്ച ആ ദീപം, ആ പ്രകാശം ഇതുവരെ അൽഹംദുലില്ലാ അണഞ്ഞു പോയിട്ടില്ല. കൂടുതൽ ശോഭയോടെ കത്തുക എന്നല്ലാതെ അണഞ്ഞു പോയിട്ടില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ 5ാമത് ആണ്ടാണെന്ന് തോന്നുന്നത്. 5ാമത്തെ ആണ്ടിനോടനുബന്ധിച്ച് നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ സിനാവ് യൂണിറ്റ് SKSSF SIC സംഘടിപ്പിച്ച ഓൺലൈൻ അനുസ്മരണ പരിപാടി വളരെ പണ്ഡിതോചിതമായി അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഫൈസി സലാല നമ്മളോട് കൂടെയുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇമ്പിച്ചാലി മുസ്ലിയാർ നമ്മളുടെ കൂടെയുണ്ട്. അവർക്കെല്ലാം എന്നെക്കാളും കൂടുതലായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുവാനും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാ സുഹൃത്തുക്കളും ഓൺലൈനിൽ നടക്കുന്ന ഈ പരിപാടി ശ്രവിക്കുക, സമയം കിട്ടുന്ന സമയത്തെങ്കിലും കേൾക്കുക. ഇൻഷാ അല്ലാഹ് എന്നിലർപ്പിതമായിട്ടുള്ള ചുമതല ഈ പരിപാടിയിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമുക്ക് ഏവരുടെയും പ്രിയങ്കരനായ, നമ്മുടെ ഇപ്പോൾ സനാവിൽ ദീനിയായ ഒരു ചൈതന്യം നമ്മൾക്ക് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ദീനിയായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ നിസാമി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട SKSSFൻ്റെ സിനാവ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട മജീദ് ഫൈസി അദ്ദേഹമാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമുക്ക് ദുആ നേതൃത്വം നൽകുന്നതും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ബഹുമാന്യനും നമ്മുടെ എല്ലാവരുടെയും ആത്മീയമായൊരു വഴികാട്ടിയുമായ ഉസ്താദ് ഇമ്പിച്ചാലി മുസ്ലിയാരാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദിൻ്റെ നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന, ആത്മീയമായിട്ടും മറ്റും അറിയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഫൈസി സലാലയെ വളരെ
ആദരപൂർവ്വം ഞാൻ ഈ സിനാവിലേക്ക് സിനാവ് ബഹുമാൻ സിനാവിൻ്റെ SIC SKSSFൻ്റെ ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ വിനീതമായി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടി ശ്രവിക്കുന്ന എല്ലാ സിനാവ് വാദിന്നൂർ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ നിസാമിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ്. അത് നിർവഹിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ മജീദ് ഫൈസി ആണ്. SKSSF സീനാവ് ഏരിയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഇമ്പിച്ചാലി ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് ഫൈസി ഉസ്താദ്, നിസാമി ഉസ്താദ്, അതുപോലെ ഹമീദ്ക്ക, മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദിൻ്റെ വഫാത്ത് ദിനമാണ്. അനുസ്മരണ പരിപാടി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലി തിരക്കിനിടയിൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിഹാബ് ഉസ്താദുമായി ബന്ധപ്പെട്ടൊരു പരിപാടി അതിൽ പങ്കെടുക്കുക എന്നത് അതിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുന്നരായ ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉദ്ഘാടന ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുന്നരായ ശിഹാബ് ഉസ്താദിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ സിനാവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല മറ്റു മേഖലകളിലൊക്കെ ദീനീ രംഗത്ത്, ആത്മീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്തൊക്കെ നമുക്ക് ഏറെ വഴികാട്ടിയായ ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുന്നരായ ശിഹാബ് ഉസ്താദ്. കൂടുതൽ കാലം ശിഹാബ് ഉസ്താദിനെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വളരെ കുറഞ്ഞ കാലമാണ് ശിഹാബ് ഉസ്താദിനെ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഉസ്താദിൻ്റെ നേത്രപാടവത്തെക്കുറിച്ചും അവിടുത്തെ ആത്മീയമായ നേതൃത്വത്തിനുള്ള കഴിവിനെക്കുറിച്ചൊക്കെ വളരെ കൂടുതൽ മനസ്സിലാക്കാനും ഉസ്താദിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബഹുന്നരായ ഉസ്താദിനെ ഇന്നും നമ്മൾ അനുസ്മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല, ജോലി തിരക്കിലാണ്. നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം, അതുപോലെ നമുക്ക് നേതൃത്വം നൽകിയ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ഒപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാവുമായി ബന്ധപ്പെട്ടവരൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ഈ പരിപാടി, അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ മജ്ലിസാണ്. നമ്മൾ ലാസ്റ്റ് നടത്താനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഉസ്താദിന് അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുള്ളതിനാലും ആ പരിപാടി ദുആ ആദ്യം തന്നെ നമ്മൾ നടത്തുകയാണ്. അതിനുവേണ്ടി ബഹുമാന്യനായ ഇമ്പിച്ചാലി ഉസ്താദ്, മസ്കറ്റ് റേഞ്ചിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ SICയുടെ ഷർഖിയ മേഖലാ പ്രസിഡന്റ് തുടങ്ങി ഒരുപാട് പദവികൾ വഹിക്കുന്ന മഹാനായ ഉസ്താദ് നമ്മുടെ സിനാവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ മദ്രസയുടെ തുടക്കം മുതൽ നാമുമായി ഒരുപാട് അടുത്ത ബന്ധമുള്ള നമ്മുടെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ ഇമ്പിച്ചാലി ഉസ്താദിനെ ആദരപൂർവ്വം ദുആ മജ്ലിസിന് നേതൃത്വം നൽകാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള വാദിനൂർ സിനാവ് ഗ്രൂപ്പിലെ നേതാക്കളെ, മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിൽ നിലകൊള്ളുന്നത്.
സിനാവിൽ നിന്നുകൊണ്ട് ഒമാനിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇൽമിൻ്റെ പ്രഭ പരത്തി ജീവിച്ചു പോകുന്ന, ഒരുപാട് കാലം ജീവിച്ചിരുന്ന നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാവ്, നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ ഉപദേശകന്, എല്ലാ നിലയിലും നമുക്ക് അത്യാവശ്യമായി നമ്മോടൊപ്പം എല്ലാ വിഷയത്തിലും ചേർന്ന് നിന്ന ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നേരത്തെ നമ്മൾ ഫാത്തിഹായും ഇഖ്ലാസും മുഅവ്വിദത്തിന് ഓതി. ഇനി പല പരിപാടികളും നടക്കാനുണ്ട്. നമ്മൾ ദുആ ചെയ്യുകയാണ്. എല്ലാവരും കേൾക്കുന്ന സമയത്ത് ആമീൻ പറയണം. സ്റ്റിക്കർ ഇടുന്നതോടുകൂടി ആമീൻ പറയുകയും വേണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أوصل وبلغ ثواب ما قرأناه ونور ما تلوناه بعد القبول منا بالفضل والإحسان هدية واصلة إلى روح سيدنا ونبينا محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والمرسلين وإلى أرواح أزواجه وأولاده وأصحابه رضوان الله تعالى عليهم أجمعين، خصوصا إلى حضرة أخينا المسمى شهاب الدين مولوي. اللهم أنت تعلم منا بنسبه وتلون القرآن لأجله. ارحم اللهم مثواه وبل بوابل الرحمة تراه. وارحم يا رب غربته وآنس وحشته وآمن روته ونفس كربته ونبر محلته وارفع درجته وكن لنا وله ولي وبنا وبه حفيا. اللهم إنه عبدك وابن عبدك وابن أمتك، خلقته وربيته وهديته إلى الإسلام وقبلت روحه. اللهم إنه أصبح فقيرا إلى رحمتك، خرج من روح الدنيا وسعتها ومحبوبها وأحبائه فيها إلى ظلمة القبر وما هو لاقيه. اللهم لقه منك نظرة مسرورا وجازه بالحسنات إحسانا وبالسيئات عفوا وغفرانا. اللهم إنه نزل بك وأنت خير منزول به. اللهم إنه نزل بك وأنت خير منزول به. اللهم إنه نزل بك وأنت خير منزول به. اللهم آت كتابه بيمينه واجعل الجنة مآبه واكتبه في عليين. اللهم وإلى أرواح آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وإخواننا وأخواتنا المدفونين في مقبرة محلتنا. اللهم اغفر لهم وارحمهم واعف عنهم وتجاوز عن سيئاتهم. اللهم إن لنا إخوانا في فلسطين. اللهم إنهم عبادك وأولياؤك، قد لاقت بهم المسالك وأحاطت بهم المهالك، وانصرهم واكشف غمتهم وفرج كربتهم. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم نظم أحوالنا وحسن أفعالنا وخلصنا من ألم الذل والفقر، وعصمنا من البلاء والوباء والطاعون، من شرور الأعداء والشياطين والنفس الأمارة بالسوء. اللهم يسر لنا الانتظام في جميع الأمور الدنيوية والدينية، وحسن مرادنا بالخير. اللهم بعيذنا من الشر والعصيان. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. يا محول الحول والأحوال، حول حالنا إلى أحسن حال. اللهم يا كثير النوال ويا خالق جميع الأفعال، ووفقنا لنية الخير في جميع الأقوال والأفعال. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على سيدنا محمد وآله. അടുത്തതായി അനുസ്മരണ പ്രഭാഷണമാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശിഹാബ് ഉസ്താദുമായി ഒരുപാട് അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ശിഹാബ് ഉസ്താദിൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ സലാലയിലെ അബ്ദുൽ ലത്തീഫ് ഫൈസി അവറുകളാണ്. ഒമാൻ നാഷണൽ കമ്മിറ്റി SIC വൈസ് പ്രസിഡൻറ്റ്, മസ്കറ്റ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ വൈസ് പ്രസിഡൻറ്റ് തുടങ്ങി ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുന്ന, ഒമാനിലും അതുപോലെ സലാലയിലുമൊക്കെ മതപ്രബോധന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഫൈസി സലാലയെ മർഹൂം ശിഹാബ് ഉസ്താദ് അനുസ്മരണ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ സിനാവിൽ ഇപ്പോൾ ആത്മീയ മേഖലയിൽ നേതൃത്വം നൽകുന്ന മുസ്തഫ നിസാമി ഉസ്താദ് പ്രാർത്ഥന നിർവഹിച്ച പ്രിയ സുഹൃത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി ഇമ്പിച്ചാലി ഉസ്താദ്, സ്വാഗത ഭാഷണം നടത്തിയ ഹമീദ് ക, മറ്റ് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ച മജീദ് ഫൈസി ഉസ്താദ്, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വാദി നൂർസിന വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മളിന്ന് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ മഹാനായ ഷിഹാബ് ഉസ്താദിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷിഹാബ് ഉസ്താദിനെ സംബന്ധിച്ച് സിനാബുകാരുടെ മുന്നിൽ ഒരു അനുസ്മരണ ഭാഷണം നടത്താൻ ഞാനൊരു പക്ഷേ അർഹനായിരിക്കില്ല. കാരണം അത്രത്തോളം പതിറ്റാണ്ടുകളോളം സിനാവിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മജ്ലിസുകൾ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാം അവയിലെല്ലാം പങ്കെടുത്ത് വേണ്ടുവോളം അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സിനാവിലെ പഴയ ആളുകൾ. ഒരുപക്ഷെ പുതുതായി വന്ന ആളുകൾക്ക് ആരാണ് ഷിഹാബ് ഉസ്താദ് എന്ന് വേണ്ടത്ര മനസ്സിലായിട്ടുണ്ടാവില്ല. ഷിഹാബ് ഉസ്താദിനെ സംബന്ധിച്ച് അനുസ്മരിക്കുമ്പോൾ ഒരു ഉള്ള് എന്തോ ഒരു 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 പ്രയാസവും സങ്കടവും എന്താ പറയേണ്ടതെന്നറിയില്ല ഒക്കെ കൂടി വരികയാണ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. ഞാൻ ഒമാനിൽ വന്നിട്ട് 24 വർഷമായി. വന്ന ആദ്യ സമയം മുതൽ ഷിഹാബ് ഉസ്താദുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും റൂവിയിൽ മസ്കറ്റ് സുന്നി സെൻ്ററുമായും പ്രത്യേകിച്ച് പുറങ്ങ് അബ്ദുള്ള ഉസ്താദുമായി, ഇസ്മായിൽ കുഞ്ഞ് ഹാജിയുമായൊക്കെ വളരെയേറെ അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവിടെ മസ്കറ്റിൽ ധാരാളം പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല ഒരു പണ്ഡിതൻ, നല്ലൊരു ഉദ്യോഗസ്ഥൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുമ്പോൾ നമ്മളൊക്കെ ധരിച്ചതിനേക്കാൾ അപ്പുറം ആഴത്തിലുള്ള അറിവുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം ഒരു കിതാബ് വായിച്ച് അർത്ഥം വെച്ച് പോകുന്ന രൂപത്തിലുള്ള ഒരു പാണ്ഡിത്യമല്ല അദ്ദേഹത്തിൻ്റെതെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തവർക്കറിയാം, മനുഷ്യനെ ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ തസവുഫിൻ്റെ, സൂഫിയാക്കളുടെ ചരിത്രങ്ങളും കേൾക്കാത്ത, നമ്മളൊക്കെ സാധാരണ നിലയിൽ കേൾക്കാത്ത ചരിത്രങ്ങൾ, കേൾക്കാത്ത ബൈത്തുകൾ, ഉസ്താദുമാർ പോലും സാധാരണ നിലയിൽ കേൾക്കാത്ത മഹാന്മാരുടെ കവിതകൾ, ബൈത്തുകൾ, ഉദാഹരണങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് നീണ്ടുപോവുക. സമയം ദീർഘിച്ചാൽ പോലും അറിയാതെ അതിങ്ങനെ കേട്ടിരിക്കാൻ ആഗ്രഹം വരും. ഏതൊരാൾക്കും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ പുതിയ അറിവ് ബഹുമാന്യ ഷിഹാബ് ഉസ്താദിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനുമായി വളരെയേറെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹത്തെ പരിചയമുള്ള പലർക്കും പറയാനുണ്ടാവുക ഞാനും ഷിഹാബ് ഉസ്താദുമായി നല്ല ബന്ധമായിരുന്നു എന്നായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം,
ഞാൻ സലാലയിൽ വന്നതിന് ശേഷം അങ്ങോട്ട് ഞാൻ വിളിച്ചത് കുറവായിരിക്കും. പക്ഷെ പലപ്പോഴും അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കും, പലപ്പോഴും വിളിക്കും. ലാൻഡ് ഫോണിൽ നിന്ന് അദ്ദേഹം വിളിക്കും, അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ സംസാരിക്കാനുണ്ടാവുക നല്ല തമാശ പറയും. അടുത്ത ആളുകളോട് നല്ല തമാശകൾ പറയും, ചിരിപ്പിക്കുന്ന തമാശകളൊക്കെ പറയും. പിന്നെ കാര്യമായി പറയാനുണ്ടാവും കിതാബിയായ ഇൽമിയായ വിഷയങ്ങളാണ് അദ്ദേഹത്തിന് ചർച്ച ചെയ്യാനുണ്ടാവുക. കൂടുതൽ മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്, ഓരോ ദിവസവും പുതുതായി എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന്. അതായത് ഇന്നലെ അറിഞ്ഞതിനേക്കാൾ ഒരു വിവരം ഇന്നുണ്ടാകണം, ഇന്നത്തേക്കാൾ എന്തെങ്കിലും ഒരു വിവരം നാളെ ഒരു അറിവ് നാം നേടണമെന്ന് ബഹുമാന്യനായ ഉസ്താദ് ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ടായിരുന്നു. അത് അന്വർത്ഥമാക്കിയതാണ് ഷിഹാബ് ഉസ്താദിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഉസ്താദ് ഷിഹാബുദ്ദീൻ മൗലവി എപ്പോഴും ഇൽമ്, പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. പലപ്പോഴും ചില കിതാബുകളുടെ പേര് പറഞ്ഞത് സലാല കിട്ടുമോ എന്ന് ചോദിക്കും. ഉംറക്ക് പോകുമ്പോൾ ഇന്ന കിതാബ് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ കിതാബിൽ നിന്ന് പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കണ്ടെത്തലുകളുമൊക്കെ നടത്താൻ വേണ്ടി വളരെയേറെ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്ന നമുക്കൊക്കെ മാതൃകയാണ്. നല്ലൊരു ജോലി ഉണ്ടായിരിക്കുക, ആ ജോലിയൊക്കെ ഉള്ളതോടുകൂടെ ഇൽമിന് വേണ്ടിയും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തൻ്റെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ആ ഇൽമിൻ്റെ നൂറാനിയത്ത്, ആ പ്രകാശം പരത്തുവാനും ആളുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും അവരെ സംസ്കാര സമ്പന്നരാക്കുവാനും ദീനിയായ നിലയിൽ ചട്ടക്കൂട്ടിൽ പ്രവാസ ലോകത്തും ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുവാനുമൊക്കെ തൻ്റെ പ്രവർത്തന മേഖലയിൽ തൻ്റെ പ്രവാസ ജീവിതകാലം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് മഹാനവറുകളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുടെ അസുഖം, ഒരു പ്രയാസം ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഒരുപാട് മഹാന്മാരുടെ ഹദറത്തുകളിലേക്കൊക്കെ അദ്ദേഹം സിയാറത്തിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സലാലയിൽ പല പ്രാവശ്യം വന്നു. പല പ്രാവശ്യവും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സിയാറത്തിന് പോകുമ്പോൾ, നമ്മൾ ഒരുപാട് ആളുകളുടെ കൂടെ സിയാറത്തിന് പോകാറുണ്ടെങ്കിലും ഷിഹാബ് ഉസ്താദിൻ്റെ കൂടെ സിയാറത്തിന് പോകുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഓരോ വരവിനും പുതിയ ചില ബൈത്തുകളായിട്ടാണ് വരിക. ആ മഖ്ബറയിൽ സിയാറത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല അർത്ഥവത്തായ ബൈത്തുകൾ ചൊല്ലി തവസ്സുലാക്കിയുള്ള ആ ദുആ നമ്മളിതിൽ ലയിച്ചു ചേർന്നു പോകും. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബിവര്യനായ ചേരമാൻ പെരുമാൾ അഥവാ താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ളൊരു മൗലിദ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറബി മലയാളത്തിൽ രചിച്ച ഒരു മൗലിദ്, അതെവിടെ നിന്നോ കണ്ടെത്തി അതിൻ്റെ ഒരു കോപ്പി അദ്ദേഹം എനിക്ക് കൊണ്ടുവന്ന് തരികയുണ്ടായി. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട്, ആ മഖ്ബറയിൽ വെച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുകയും ചെയ്തു. അതൊക്കെ തേടിപ്പിടിക്കാനും ഓരോ സ്ഥലത്ത് സിയാറത്തിന് പോകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണർത്തുവാനുമൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. നിറകുടം തുളുമ്പുകയില്ല എന്നാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴം അദ്ദേഹവുമായി അടുക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ കാര്യത്തിൽ അസൂയയോടുകൂടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇത്ര ഗഹനമായി എങ്ങനെ പറയാൻ കഴിയുന്നു, ഇത്ര ആഴത്തിൽ കൃത്യമായി പറയാൻ എങ്ങനെ കഴിയുന്നു, നല്ല ഭാഷാ സ്ഫുടതയോടുകൂടെ, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അവസാനം ജോലി നിർത്തി നാട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ സംസാരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ നാട്ടിൽ പോയാൽ ഏതെങ്കിലും ഒരു നല്ലൊരു അറബിക് കോളേജിൽ, നല്ലൊരു കോളേജിൽ നിങ്ങൾ ഉസ്താദായി ചേരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് അവസാനം അദ്ദേഹം ഇവിടെ കയറിയോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത്തരം ഒരു ഇൽമിൻ്റെ മേഖലയിൽ സേവനം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങാനും ഒരു അറബിക് കോളേജിൽ ഉസ്താദായി ചേർന്നിരുന്നെങ്കിൽ നൂറുകണക്കിന് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ കഴിവുള്ള, അവർക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള, അത്രയും ആഴത്തിലുള്ള ഇൽമുള്ള ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു നമ്മളൊക്കെ ഷിഹാബുദ്ദീൻ മൗലവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഷിഹാബ് ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ വോയിസുകൾ
അദ്ദേഹത്തിൻ്റെ മരണശേഷവും പലപ്പോഴായി ഞാനത് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ഈ അടുത്താണ് എൻ്റെ ആ ഫോൺ കേടുവന്നത് കാരണം അത് നഷ്ടപ്പെട്ടു പോയൊരു വിഷമം എനിക്കുണ്ട്. എല്ലാ കാര്യങ്ങളും പരസ്പരം കുടുംബകാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ പങ്കുവെക്കും. ആ കൂട്ടത്തിൽ നമുക്കും അന്തസ്സോടെ ജീവിക്കാനും അതുപോലെ തന്നെ ഇൽമിയായ കാര്യത്തിലോ ഉയർച്ചക്കൊക്കെ വേണ്ടിയുള്ള ഉപദേശങ്ങൾ അദ്ദേഹം നൽകും. അദ്ദേഹം ജീവിച്ച കാലം, പ്രവാസ ജീവിതം നയിച്ച കാലം അത്രയും വളരെ മാന്യമായി അന്തസ്സോടെ ജോലിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വളരെ മാന്യമായി ജീവിതം നയിച്ച് ആർക്കും ഒരു ഭാരമാകാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ, എല്ലാവരിൽ നിന്നും സ്നേഹം പിടിച്ചു പറ്റി, എല്ലാവരെയും സ്നേഹിച്ച് അദ്ദേഹം ഇവിടെ നിന്നും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോയി. നമുക്കറിയാം കൊറോണ സമയം നമ്മുടെ സമുദായത്തിൽ ഒരുപാട് വേണ്ടപ്പെട്ടവർ, ആലിമ്യങ്ങൾ, യുവ പണ്ഡിതന്മാർ ഒക്കെയും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് ഷിഹാബ് ഉസ്താദിന് ഈ അസുഖം ബാധിച്ചു എന്നുള്ള വിവരം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവസാനം ദുആ ചെയ്യണം, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം, കുറച്ച് സീരിയസ് ആണെന്ന് അറിയുകയും വളരെ പ്രയാസം തോന്നി. പിന്നീട് ആ മഹാ വ്യക്തിത്വത്തിൻ്റെ മരണ വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കത്തിൽ അത് ഒരു ഷോർട്ടായി പറയുകയാണെങ്കിൽ, എല്ലാ നിലയിലും കഴിവുള്ള, ഒരു ഉന്നത പാണ്ഡിത്യമുള്ള, അതുപോലെ തന്നെ നല്ല സ്വഭാവ ഗുണമുള്ള, ആളുകളുമായി എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് കൃത്യമായി അറിയുന്ന, എല്ലാ നിലയിലും നല്ല ഗുണവിശേഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സിനാബുകാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാമായിരുന്നു ബഹുമാനപ്പെട്ട ഷിഹാബ് ഉസ്താദ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ഖൈറിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങളെല്ലാം റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാ സേവനങ്ങൾക്കും നീ അർഹമായ പ്രതിഫലം നീ ആഖിറത്തിൽ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കാരണമായി ഞങ്ങളെയും അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുവിട്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിന് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ നാഫിയായ ഇൽമ്, ആഴത്തിലുള്ള ഇൽമ് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു. പ്രവാസ ലോകത്ത് നമുക്കറിയാം, നമ്മുടെ ഒമാനിലും ഇപ്പോഴും വെള്ളക്കെട്ടുകളൊന്നും മാറാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ. അല്ലാഹുവരൊക്കെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ. ഇനിയും ഒരു മഴയും മറ്റുമൊക്കെ വരാൻ പോകുന്നു. ഒരു അപകടമില്ലാതെ നിഅമത്തിൻ്റെ മഴയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് കാരണം ഈ ദുനിയാവിൽ വെച്ച് തന്നെ നീ ഞങ്ങൾക്ക് ശിക്ഷ നൽകരുതേ തമ്പുരാനെ. അല്ലാഹു, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഫലസ്തീനിലെ സഹോദരങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അവിടെ ഷഹീദായവർക്ക് നീ ആഖിറത്തിൽ ശുഹദായിൻ്റെ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുറിവേറ്റവർ, പരിക്കുപറ്റവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ നിലയിലും അനുകൂലമായ ഒരു ഭരണകൂടത്തിന് ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഫാസിസ്റ്റുകളെ നീ അധികാരത്തിൽ നിന്ന് നീ മാറ്റി നിർത്തണേ തമ്പുരാനെ. ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ സമാധാനവും ഇന്ത്യയുടെ ജനാധിപത്യവും ഒക്കെ കാത്തു രക്ഷിക്കുന്ന ഒരു നല്ല ഭരണകൂടത്തിനെ ഉണ്ടാക്കി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതകാലം അത്രയും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണം ഖൈറാകുമ്പോൾ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ. ഈ നല്ല പ്രവർത്തനങ്ങൾ സിനാവിൽ നടത്തുന്ന ഈ കൂട്ടായ്മ നീ നിലനിർത്തണേ റഹ്മാനെ. ഇതിൻ്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അതുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇരുവീട്ടിലും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. നിങ്ങളോടൊക്കെ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നാം സംഘടിപ്പിച്ച മർഹൂം ഷിഹാബ് ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും പരിപാടി പ്രതീക്ഷിച്ചതിലേറെ ഷിഹാബ് ഉസ്താദിനെക്കുറിച്ച്
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഷിഹാബ് ഉസ്താദുമായി അടുത്ത ബന്ധം പുലർത്തിയ അബ്ദുൽ ലത്തീഫ് ഫൈസി സലാല, അതുപോലെ ഇമ്പിച്ചാലി ഉസ്താദ്, സ്വാഗത ഭാഷണം നടത്തിയ ഹമീദ് ഖ തുടങ്ങി എല്ലാവരും ഷിഹാബ് ഉസ്താദിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇവിടെ വന്നത് മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഷിഹാബ് ഉസ്താദ്. കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരുടെ നാവിൽ നിന്ന്, പരിചയപ്പെടുന്നവരിൽ നിന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ അറിയാൻ സാധിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല പല വിഷമങ്ങളുള്ളവർ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവർ, വിസ സംബന്ധമായി പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അങ്ങനെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലുമൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നമുക്ക് ഇരു വീട്ടിലും ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നന്ദി പ്രകാശനമാണ്. അതിനുവേണ്ടി അബ്ദുൽ ബാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർഹൂം ഷിഹാബ് ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും ഓൺലൈൻ വഴി നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അൽഹംദുലില്ലാ. ഈ പരിപാടിയെ സ്വാഗതം അർപ്പിച്ച ഹമീദ് സാഹിബ്, അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ഉസ്താദ്, ദുആക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഇമ്പിച്ചാലി മുസ്ലിയാർ, അതുപോലെ ഉദ്ഘാടനം നടത്തിയ മജീദ് ഫൈസി, അനുസ്മരണ പ്രഭാഷണം നടത്തിയ അബ്ദുൽ ലത്തീഫ് ഫൈസി സലാല, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സലാത്തോടു കൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.